ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഓർഗനൈസർ മീൻസ് നമ്മുടെ ഈ അലമാരയിൽ നമ്മൾ വെച്ചാൽ കാണാത്ത ചില സാധനങ്ങളാണ്. സോക്സ്, കുട്ടികളുടെ സോക്സ്, അതുപോലെ തന്നെ തൊപ്പി, പിന്നെ ചെറിയ ടവല്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും നമ്മുടെ ആവശ്യ സമയത്ത്, അതായത് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ടൈമിൽ ഇതൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ തപ്പി എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്, തലമറയിൽ നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉള്ളൊരു ഓർഗനൈസറാണ് നമ്മൾ പഴയ തുണികൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു വെട്ട് കഷ്ണം തുണിയുണ്ട്. അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ഓർഗനൈസർ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും കുറച്ച് പീസേ നമുക്ക് ആവശ്യമുള്ളൂ. ലെവലുള്ള ഒരു വലിയ പീസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗനൈസർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. ഇതുപോലുള്ള എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോസൊക്കെ നമുക്ക് കാണാമല്ലോ. 10 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു വെട്ടുകഷ്ണം തുണിയായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് നല്ല രീതിയിൽ അതിനെ ഒന്ന് മടക്കിയെടുക്കുക, എന്നിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഭാഗങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ല 2 വശങ്ങളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ നടുവേ ഒന്ന് മടക്കി കൊടുത്തത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അധികം വന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നീളത്തിലുള്ളൊരു പീസ് കിട്ടുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഓരോ നീളവും വീതി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചിലർക്ക് വലിയൊരു ഓർഗനൈസർ ആയിരിക്കും വേണ്ടത്, അതായത് ഒത്തിരി സാധനങ്ങൾ കൊള്ളുന്നത്. അങ്ങനെ ഉള്ളവർക്ക് വലിയ രീതിയിൽ തന്നെ എടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം സൈസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ചെറുതല്ല എങ്കിൽ ഭയങ്കര വലുതല്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുണി ഒന്ന് നീറ്റാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മടക്കായിട്ടാണ് ഇതിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 മടക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 2 മടക്കാക്കി ഇട്ടിട്ട് ഇത് 26 ഇഞ്ചായിരുന്നു കേട്ടോ നീളം ഉണ്ടായിരുന്നത്. എനിക്ക് അത്രയും നീളമായിരുന്നു വേണ്ടത് കേട്ടോ. അപ്പോൾ 2 മടക്കാക്കിയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 മടക്കാക്കി 25 നീളം. അതേപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചുമായിരുന്നു. നേരെ വരുന്നത് 12 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ 4 വശങ്ങളും ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ല നീറ്റാക്കിയിട്ടൊന്ന് നമുക്ക് തുന്നിയെടുക്കണം കേട്ടോ, അതായത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ അതിൻ്റെ 4 വശങ്ങളും നല്ല രീതിയിൽ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 4 ഭാഗങ്ങളും ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരേപോലെ തന്നെയാണല്ലോ നമ്മൾ 4 വശങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നീറ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഒരു ഉദ്ദേശമുള്ളൂ. പിന്നെ ഇതിപ്പോൾ നല്ല ബോർഡറൊക്കെ വരുന്ന ഏതെങ്കിലും തുണിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല ബോർഡറൊക്കെ വരുന്ന തുണിയാണെങ്കിൽ. അപ്പോൾ ഇതെന്തായാലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അധികം നീറ്റിലായിരുന്നു. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ ലെവലാക്കിയതാണല്ലോ. അപ്പോൾ അതിന് ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല, എങ്കിലും നല്ല തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് 4 വശങ്ങളും ഇതേപോലെ മടക്കി അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മടക്കാക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇതുപോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഓരോ നൂലായിട്ട് ഇങ്ങനെ വിങ്ങി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മടക്കാക്കിയിട്ട് തന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ 4 വശങ്ങളും ഇതേപോലെ മടക്കിയെടുത്തത് തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ലുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ എല്ലാ വശങ്ങളും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീറ്റില്ലാത്തൊരു ഭാഗം നമുക്ക് പുറമേ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 4 കുട്ടി പീസ് തുണികൾ കൂടെ വേണം. അതായത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള 4 തുണികളാണ്. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 8 ഇഞ്ച് പിന്നെ 11 ഇഞ്ച് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ ഒരു ഇതിൻ്റെ ഇതെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ എന്തായാലും 2 വലുതും 2 ചെറുതുമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ തുണി എന്ന് പറയുന്നത് വേറൊരു പീസായിരുന്നു കേട്ടോ. കാരണം നമ്മളുടെ അടുത്ത് ആ ഒരു കളർ തന്നെ വേറെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചും കൂടി നല്ലൊരു കളറാണല്ലോ, നല്ലൊരു ഡിസൈൻ പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 4 തുണികൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഒരു വശം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കി 3 വശങ്ങളും നമ്മൾ ആ ഒരു നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ ആ ഒരു 4 വശങ്ങളും ഉള്ളിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് ഒരു വശം മാത്രമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉള്ളിലേക്ക് മടക്കിയിട്ട്. 4 തുണികളുടെയും അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണത്തിന് നമ്മൾ ഒരു വശം ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു വലിയ പീസ് തുണിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ ചീത്ത വശം ഉണ്ടല്ലോ, നല്ല വശം ഉണ്ടല്ലോ, ആ ഒരു നല്ല വശങ്ങൾ എടുക്കുന്നുണ്ട്. നല്ല വശങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു തുണി ഉണ്ടല്ലോ, ഈ ഒരു തുണി അതായത് ഈ ഒരു 4 പീസിലെ ഒരു തുണി നമ്മൾ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഈ നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മേലെ വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതേപോലെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ 3 വശങ്ങളും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിലൂടെ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ആ ഒരു വലിയ തുണിയിലുള്ള അത് രണ്ട് പീസായി 2 മടക്കാക്കിയിട്ടാണല്ലോ ഉള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്ക് നിവർത്തുക. എന്നിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ 2 പീസ് നമ്മൾ ഈ ഒരു വശത്താണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അത് മടക്കിയിട്ടിട്ട്, അതായത് അത് മടക്കിയിടുക. ജസ്റ്റ് മടക്കി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ 2 പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പീസ്, 2 പീസ് ഒരു ഭാഗത്തും 2 പീസ് ബാക്കിലത്തെ ആ ഒരു വശത്തുമായിട്ട് അറ്റാച്ച്ഡ് ആവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആ ഒരു 3 വശങ്ങളും കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇത് ജസ്റ്റ് നമ്മുടെ പോക്കറ്റ് പോലെയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാനിത് പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് കാണുന്ന ടൈമിൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഇതിൽ നമ്മൾ കുറച്ച് 4 പോക്കറ്റ് പോലെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ, 2 വശത്തായിട്ടും. അപ്പോൾ ഇതേപോലെ 3 വശങ്ങളും കൂടെ നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യേണ്ട. അവിടെ നമുക്ക് ഓപ്പണാണ്. ആ ഒരു ഓപ്പണിലൂടെ നമുക്കിത് പോക്കറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ബാക്കി 3 വശങ്ങളും നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേഴ്സിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഓർഗനൈസറിൻ്റെ രൂപത്തിൽ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു പീസാണ്. അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രേ കളർ തന്നെ, സെയിം കളർ തന്നെയുള്ള ആ ഒരു പീസ് കൂടെ നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നത്, എങ്ങനെയാണ് ഇത് ഓർഗനൈസർ ആക്കിയെടുക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന ടൈമിൽ എനിക്കിത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, പക്ഷേ വീഡിയോ കാണുന്ന ടൈമിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്നുള്ള കാര്യമാണ് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു അടിവശത്ത് കൂടെ ഇതേപോലെ ഉള്ളിലേക്കൊക്കെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ മറുവശത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് അടുത്ത വശത്ത് ചെയ്യുന്നത്. അപ്പം ഞാനത് കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ ഭയങ്കര ലാഗായി പോകുന്നതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഒരു വശത്ത് നമ്മൾ ചെയ്തു, നേരെ ഓപ്പോസിറ്റ് വശത്തും സെയിം പോലെ തന്നെ 2 തുണികളും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചിയും നൂലും മാത്രം മതി. ഇങ്ങനെ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. പിന്നെ മെഷീൻ ഉള്ളതുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല രീതിയിൽ സൂചിയും നൂലും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം കൂടുതൽ അടുപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു 2 എണ്ണം ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പോക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നടുവേ മടക്കി കൊടുത്തിട്ട് അടുത്ത ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ഹാങ്ങറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ നല്ല 2 വശങ്ങളും ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് സൈഡിൽ രണ്ടിടത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 2 സൈഡും കൂട്ടിയിട്ട് നമ്മളൊരു അടിപ്പ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 2ഉം ഇതേപോലെ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ആ ഒരു സൈഡിൽ ഒരു കോൺ ഷേപ്പിലാണ് നമ്മളിങ്ങനെ ചരിച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തു. 2 സൈഡിലും കൊടുത്തു. കാരണം നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 സൈഡിലും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നടുക്ക് ആ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത്. ഓപ്പണിംഗ് വന്നിട്ട് അതിനിടയിലൂടെ നമ്മൾ ഹാങ്ങറും കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരെ അത് തിരിച്ചിട്ടിട്ടുണ്ട്, നല്ല വശങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വശങ്ങൾ. അപ്പോൾ അത് ആ ഒരു അടുപ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് പുറമേ നോക്കിയാലൊന്നും കാണില്ല കേട്ടോ. ഇനി നമുക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നത് മോൻ്റെ ഒരു ഹാങ്ങറാണ്. അതായത് മോൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു ഹാങ്ങറാണ്, കുട്ടി ഹാങ്ങർ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വലിയ ഹാങ്ങർ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ആ ഒരു ഹാങ്ങർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കളുടെ വീടാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഹാങ്ങർ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. എൻ്റെ അടുത്ത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു പോക്കറ്റാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പോക്കറ്റ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സോക്സ്, അതേപോലെ തന്നെ നമ്മൾ സാധാരണ തപ്പിയാൽ നടത്താൻ കാണാത്ത സാധനങ്ങളാണ് സോക്സ്, പിന്നെ മെയിനായിട്ട് ടവൽ, കർച്ചീഫ്, അതൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അലമാരയിലാണ് കേട്ടോ. അലമാരയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു. നമുക്കിനി അതൊക്കെ ഇതിൽ സോക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ മോൻ്റെ തൊപ്പിയാണ് ഇതിൽ മെയിനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ എപ്പോൾ പോകാൻ ഇറങ്ങിയാലും കാണാതാവുന്ന ഒരു സാധനമാണ് തൊപ്പി. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ആവശ്യമില്ലാത്തൊരു പഴയ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാങ്ങർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.